നിങ്ങളെ കൊല്ലുകല്ലേ. കണ്ടില്ലേ, ഒരു പള്ളിയിൽ സർവേ നടത്താനെന്ന് പറഞ്ഞ് പാഞ്ഞു കയറിയിട്ട് അവരനുഭവിക്കുന്ന പള്ളി കോടതി കൂട്ടുനിൽക്കുന്നു, അധികാര കേന്ദ്രങ്ങൾ കൂട്ടുനിൽക്കുന്നു. ഇത്തരം തെമ്മാടി കൂട്ടങ്ങൾ, ഇവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരു ധർമ്മ വ്യവസ്ഥയുണ്ട്, ഒരു നീതി വ്യവസ്ഥയുണ്ട്. ആരും വിചാരിക്കേണ്ട, അതിനൊരു സമയമുണ്ട്. രാവിലായിരിക്കുമ്പോൾ പകലിൻ്റെ പ്രഭാതം ഒരുപക്ഷെ ഉണ്ടായേക്കില്ലെന്ന് കരുതിപ്പോവും. ഉറങ്ങിയിട്ട് ഒന്നോടെ എഴുന്നേറ്റിട്ട് ഇത്രയായുള്ളൂ, പിന്നെ ഉറങ്ങും അല്ലേ എന്നതുപോലെ ഒരല്പം സമയം എല്ലാവർക്കും അല്ലാഹ് അനുവദിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഈ കൊള്ളക്കാർ, ഈ ക്രൂരന്മാർ, അവരൊന്നും എന്നും സ്ഥായിയല്ല. അവരുടെ സാമ്രാജ്യങ്ങളും സ്ഥായിയല്ല. എവിടെ നിന്റെ അല്ലാഹ്? വിഡ്ഢികള്, മദ്രസ പൊട്ടന്മാർ, അങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത്. നാടായ നാടുകളിലെല്ലാം അവർക്ക് ലോകത്ത് അധികാരമുണ്ടായിരുന്നപ്പോൾ അക്രമം അഴിച്ചുവിട്ട ആദിനെ കണ്ടില്ലയോ? സമൂദിനെ കണ്ടില്ലയോ? ഫിറഔനെ കണ്ടില്ലയോ? അവരുടെയൊക്കെ സ്ഥിതിഗതികൾ എന്തായി? അക്രമം അഴിച്ചുവിട്ടു എന്നല്ല, അവർ അക്രമത്തിൻ്റെ അതിരുകൾ ഭേദിക്കുകയും ചെയ്തു. അക്രമം അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞ് അല്ലാഹ് നിർത്തണില്ല. ചിലരെ കുറച്ചൊക്കെ ലോകത്ത് അക്രമം നടത്താനുള്ള അനുവദിക്കും, തിരിച്ചു വരാൻ അവസരം കൊടുത്ത്. ഈ വർഗത്തിന്, മനുഷ്യവർഗത്തിന് രക്തം ചിന്തുന്ന പ്രവണതയുള്ളവരുണ്ട്. മനുഷ്യൻ്റെ ചോര കുടിക്കുന്നതിൽ കൗതുകം കണ്ടെത്തുന്നവർ ഈ സമൂഹത്തിലുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞു. പക്ഷേ കുറച്ചൊക്കെ അല്ലാഹു തആല അനുവദിക്കും. പക്ഷേ തഗൗ, അവർ അക്രമം കാണിച്ചു നാടായ നാടുകളിലൊക്കെ. ഫഅക്സറു, അതിരുവിട്ടു. അല്ലാഹ് അനുവദിച്ച, പിടികൂടുന്നതിന് അല്ലാഹു വെച്ച പരിധികൾ ലംഘിച്ചു. അക്സറു ഫിഹൽ ഫസാദ്, അവരുടെ കുഴപ്പങ്ങൾ ലോകത്ത് പെരുകിയപ്പോൾ ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അവരുടെ മേൽ അല്ലാഹു ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു. നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അല്ലാഹു ഇതെല്ലാം പറഞ്ഞിട്ട് പ്രഭാതമാണ്, അതുപോലെ തന്നെ കടന്നു വരുന്ന രാവാണ്, പ്രഭാതമാണ്, 10 രാവുകളാകും ആണ്, അതോടൊപ്പം ഒറ്റയും ഇരട്ടയും ആണ് സത്യമെന്ന് പറഞ്ഞ് അല്ലാഹു സത്യം ചെയ്തിട്ട് അല്ലാഹു സാധാരണഗതിയിൽ പറയാറില്ലാത്തൊരു കാര്യവും കൂടി എപ്പോഴും നമുക്കത് വേണ്ടതാണെങ്കിലും ഇവിടെ പ്രത്യേകമായി അല്ലാഹു ചോദിച്ചു, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ വകയില്ലേ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രഭാതം എന്താണ് പ്രതിനിധീകരിക്കുന്നത്, രാവുകൾ നമുക്ക് സമ്മാനിക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ 10 രാത്രികൾ എന്ത് വ്യത്യസ്തതകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആദ്യത്തെ ഓരോ മാസത്തിലെയും 10, അതുപോലെ തന്നെ മധ്യത്തിലെ 10, ഒടുവിൽ വരുന്ന 10 എല്ലാം വ്യത്യസ്തമാണ്. ആദ്യത്തെ 10 പ്രകാശത്തിലേക്ക് ചെറുതായി തുടങ്ങി വളർന്നു കയറുന്ന 10ആണ്. രണ്ടാമത്തെ 10 പ്രഭാപൂരിതമായ 10ആണ്. മൂന്നാമത്തേത് പ്രകാശത്തിൽ തുടങ്ങി ഇരുളിലേക്ക് വളർന്നു കയറി എല്ലാം ഇരുളിൽ സമാപിക്കുന്ന 10ആണ്. ഇങ്ങനെ ഓരോ 10നും വ്യത്യസ്തതകളുണ്ടെന്നും നാം പറയുകയുണ്ടായി. ചിന്തിക്കാനാണ് അല്ലാഹു നമ്മോട് പറഞ്ഞത്. 10കളെല്ലാം വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഓരോ 10നും അതാതിൻ്റെ ഡ്യൂട്ടിയുണ്ട്, ഓരോ 10നും അതാതിൻ്റെ ധർമ്മങ്ങളുണ്ട്. അതിൽ തന്നെ അല്ലാഹു ഒറ്റയെയും ഇരട്ടയെയും വെവ്വേറെ കാണാനും ചിന്തിക്കാനും നമ്മോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അല്ലാത്തതെല്ലാം അല്ലാഹു ആണെങ്കിൽ ഒറ്റയാണ്. അല്ലാഹു ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര, അല്ലാഹു ഒറ്റയാണ്. അല്ലാഹുവിന് ഒറ്റയോട് ഇഷ്ടവുമുണ്ട് എന്നല്ലാഹു പറഞ്ഞു. അപ്പോൾ ഒറ്റയായുള്ളത് അല്ലാഹുവാണെന്നും ഒറ്റയല്ലാത്തത് ഈ ലോകത്ത് സൃഷ്ടികളാണ് എന്നുമുള്ള വലിയ സത്യത്തിലേക്ക് ഒക്കെ വിരൽ ചൂണ്ടുകയാണ് അല്ലാഹു. ഓരോന്നിലും ചിന്തയുണ്ട്, ചിന്തയ്ക്ക് വകയുണ്ട് എന്നാണ് പടച്ചവൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതി വ്യവസ്ഥയിൽ നാം കണ്ണിൽ കാണുന്ന അത്ഭുതകരമായ ഈ പ്രതിഭാസങ്ങൾ ഓരോന്നിനെയും നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു ചിന്തയ്ക്ക് വെച്ചു. ഒരു സത്യവിശ്വാസി പ്രത്യേകമായും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പ്രകൃതിയിൽ നമ്മളുടെ ജീവിതത്തിലൂടെ നിത്യേന എന്നോണം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുടെ തണലിലും നിഴലിലും നാം ജീവിക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ സ്വാഭാവികതകളാണ്. അത് എപ്പോഴും ഉള്ളതല്ലേ. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും പകലുണ്ടായി, ഇന്നലെ അസ്തമിച്ചതുപോലെ തന്നെ ഇന്നും അസ്തമിച്ചു രാത്രി ഉണ്ടായി. അങ്ങനെ കരുതി കടന്നു പോകാതെ ഓരോ മാസങ്ങളും ആഗതമാകുമ്പോൾ അതിൻ്റെ 10കൾ വ്യത്യസ്തതകൾ
ഇതൊക്കെ നമ്മളിൽ നിത്യേന എന്നോണം വന്നു പോകുന്നതാണെന്ന് വിചാരിച്ച് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുടെ നേരെ മനസ്സും കണ്ണും തുറന്നു പിടിക്കാതെ അതിലേക്ക് നമ്മുടെ ചിന്തയുടെ കൂരമ്പുകളെ, ചിന്തയുടെ കുന്തമുനകളെ നമ്മൾ അതിന് നേരെ തിരിച്ചു വയ്ക്കാതെ അലസനായി അശ്രദ്ധനായി വെറുതെ കടന്നു പോകാൻ ഒരു വിശ്വാസിക്കും അവകാശമില്ല. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി ബുദ്ധിമാനായിരിക്കണം. ഒരു വിശ്വാസി ചിന്താബന്ധുരമായ ചിന്തകളാൽ നയിക്കപ്പെടുന്നവനാകണം. ചിന്ത എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് അനിവാര്യമാണ്. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് എന്നാലാവും വിധം കുറച്ച് സമയത്തിൻ്റെ പരിമിതികളിൽ ഒതുങ്ങി നിന്ന് പ്രഭാതത്തെക്കുറിച്ച്, രാത്രിയെക്കുറിച്ച്, 3 പത്തുകളെക്കുറിച്ച്, ഒറ്റയെക്കുറിച്ച്, ഇരട്ടയെക്കുറിച്ച് ഒക്കെ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറഞ്ഞിട്ട് ചിന്തിക്കാനില്ലേ? ഈ ചിന്തിക്കാൻ അള്ളാഹു നമ്മോട് പറയുമ്പോൾ എന്താണ് അതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്? മനുഷ്യരെ, നിങ്ങളുടെ ജീവിതം വ്യതിയാനങ്ങൾക്ക്, പരിവർത്തനങ്ങൾക്ക് വിധേയമാണ്. വ്യത്യസ്തതകളിലേക്ക്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ നാളുകൾ, നിങ്ങളുടെ സമയങ്ങൾ ഇങ്ങനെ മാറി മാറി കടന്നു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ പലപ്പോഴും കരുതി പോകുന്നത് എത്രയോ കാലങ്ങളായി, സഹസ്രാബ്ദങ്ങളായി ഈ ലോകമുണ്ടായി, ഈ ലോകം ഇപ്പോഴും നിലനിൽക്കുകയാണ്, അതുകൊണ്ട് ഈ ലോകത്തിനൊരന്ത്യമുണ്ട്, ഈ ലോകത്തിന് ഒരവസാനമുണ്ട്, ഒരറുതിയുണ്ട്, ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രകൃതി സംവിധാനങ്ങൾ തകിടം മറിയും, ആ പ്രകൃതിക്ക് ഇപ്പോൾ ഒരു വ്യവസ്ഥയുണ്ടെങ്കിലും വ്യവസ്ഥകൾ താളം തെറ്റും, അതിനുശേഷം ഈ പ്രകൃതി അടിച്ചുടച്ചപ്പെട്ട്, ഈ പ്രകൃതി ഉടച്ചു വാർക്കപ്പെട്ട് ഈ പ്രകൃതിയിൽ ഒരു നവലോകക്രമം പണിയും, അഥവാ പരലോകക്രമം ഉണ്ടാകും എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഒരു മാറ്റവുമില്ലാതെ സഹസ്രാബ്ദങ്ങളായി, യുഗയുഗാന്തരങ്ങളായി നിലനിൽക്കുന്ന ഈ പ്രകൃതി മാറുകയോ, അല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾക്ക് മാറ്റമുണ്ടാവുകയോ എന്ന മിഥ്യാബോധവും അന്ധചിന്തയും നിങ്ങളുടെ മനസ്സിനെ അടക്കി ഭരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥകൾക്കും പ്രക്രിയകൾക്കും വിധേയമായി ജീവിക്കാൻ വിസമ്മതം തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ഓർത്തോളൂ, മാറ്റങ്ങൾ 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 നിങ്ങളുടെ ജീവിതത്തിൽ നിത്യേന എന്നോണം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പ്രഭാതത്തിലേക്ക് ഉണരുന്നവരാണ് നിങ്ങൾ, ഓരോ ദിവസവും രാത്രിയിലേക്ക് ഉറങ്ങുന്നവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഒറ്റയായി ഇരട്ടയായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിനരാത്രങ്ങളെ എണ്ണിത്തീർത്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. മാറ്റം പിന്നെയും മാറ്റം, മാറ്റം പിന്നെയും മാറ്റം, പരിവർത്തനമാണ് ലോകം. മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സമ്പൂർണമായ വിരാമത്തിലേക്ക് ലോകം എത്തിയില്ലെങ്കിലും മാറ്റം നിങ്ങളുടെ കണക്കുകൂട്ടലുകൾക്ക്, നിങ്ങളുടെ കൈപ്പിടിയിലും ഒതുങ്ങാത്ത വിധം ഈ ലോകം മാറ്റത്തിന് വിധേയമാണെന്ന കാര്യം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഉറങ്ങുന്നു, നിങ്ങൾ ഉണരുന്നു, നിങ്ങൾക്ക് രാവ് പകലുന്നു, നിങ്ങൾക്ക് പകൽ വരുന്നു, നിങ്ങൾക്ക് പ്രഭാതമുണ്ടാകുന്നു, നിങ്ങൾക്ക് പ്രദോഷമുണ്ടാകുന്നു. എന്തെന്ത് മാറ്റങ്ങൾ! ചെറിയ മാറ്റമാണോ? വലിയ വലിയ മാറ്റം. ആരുടെയും കൺട്രോളിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾക്ക്, ആ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രകൃതിയിൽ അത്ഭുതകരമായ വ്യതിയാനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു പ്രകൃതിയിൽ ജീവിച്ചിട്ട് നിങ്ങൾ മാറ്റം വരില്ല എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ആ ധാരണ തിരുത്തേണ്ടതുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ ചിലതൊക്കെ പഠിക്കാനും ഗ്രഹിക്കാനും ഇല്ലേ. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ മെസ്സേജുകളൊക്കെ ചിന്തിക്കുന്നവർക്കുള്ളതാണ്. ചിന്തയുടെ വാതിലുകളെ തുറന്നു വയ്ക്കാത്ത, അള്ളാഹു നൽകിയിരിക്കുന്ന അതിവിശിഷ്ടമായ ബുദ്ധി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തെ ഉപയോഗയോഗ്യമാക്കാത്തവർക്ക് മുമ്പിൽ ഇസ്ലാമിനൊന്നും പറയാനില്ല, ഇസ്ലാമിൻ്റെ ഒന്നും അവരിൽ നിന്ന് നേടാനുമില്ല. ചിന്തയെ പരണത്ത് വെച്ചവർ, ചിന്തയെ പണയം വെച്ചവർ, ചിന്തയെ പുകയ്ക്ക് വെച്ചവർ ഇന്ന് മുസ്ലിം ലോകം മാറുകയാണ്. അവന് പ്രഭാഷണത്തെക്കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല, പ്രദോഷത്തെക്കുറിച്ചില്ല, രാവിനെക്കുറിച്ചില്ല, അതിൻ്റെ വരവ് പോക്കുകളെക്കുറിച്ചില്ല. എത്രയോ വട്ടം അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. രാപ്പകലുകളുടെ ഓരോ ദിവസവുമുള്ള വരവ് പോക്കിലുണ്ട് ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന ജനതയ്ക്ക് പഠിക്കാൻ പാഠമുണ്ട് എന്ന് പറഞ്ഞാൽ മാറ്റം ഈ ലോകത്തുണ്ടാവുക തന്നെ ചെയ്യും. അട്ടിമറികൾ ഈ ലോകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിനോരോ ദിവസവും അവൻ സാക്ഷിയാവുകയാണ്. ഇത് അള്ളാഹു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് സൂചിപ്പിച്ചു, ഇതിലൂടെ അള്ളാഹു പറയാൻ ലക്ഷ്യം വയ്ക്കുന്ന എന്താ? മനുഷ്യരെ,
പ്രകൃതിയിൽ ഇങ്ങനെ ഒരു നിയാമകമായ വ്യവസ്ഥയുണ്ട്. ഈ ലോകത്തൊരു പ്രകൃതി വ്യവസ്ഥയുണ്ട്. ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട്, പ്രകൃതി വ്യവസ്ഥ. ആ പ്രകൃതി വ്യവസ്ഥ നിങ്ങൾ മനസ്സോടെയോ മനസ്സോടെയോ ചിന്തിച്ചോ ചിന്തിക്കായികയോ കൊണ്ട് നിങ്ങൾ അംഗീകരിച്ചെന്ന് വരും. നിങ്ങൾക്ക് നിഷേധിക്കാനാവില്ല. രാവിനെ പകലിനെ, പ്രഭാതത്തെ പ്രദോഷത്തെ, സൂര്യനെ ചന്ദ്രനെ നിഷേധിക്കാൻ നിങ്ങൾക്കാവില്ല. ഇതൊക്കെ ഉണ്ട്, ഇതൊരു വ്യവസ്ഥയാണ്, നിങ്ങൾ അംഗീകരിക്കും. പക്ഷെ ഒന്നോർത്തുകൊള്ളുക, ഈ നിയമവ്യവസ്ഥയും പ്രകൃതി വ്യവസ്ഥയും മാത്രമല്ല ലോകത്തുള്ളത്. ഈ പ്രകൃതി വ്യവസ്ഥ മാത്രമല്ല ലോകത്തുള്ളത്, അതിനെല്ലാം വെല്ലുന്ന ഒരു ധാർമ്മിക വ്യവസ്ഥ കൂടിയുണ്ട്. ഒരു ധാർമ്മിക വ്യവസ്ഥ കൂടിയുണ്ട്, ധർമാധിഷ്ഠിതമായ. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച നിങ്ങളോട്, നീതി എന്ന് പറയുന്ന ഒരു ധർമ്മവ്യവസ്ഥയാണ്. ലോകത്തെ എല്ലാ കുഴപ്പങ്ങളുടെ നടുവിലും ഇത്രയെങ്കിലും പിടിച്ചു നിർത്തുന്നത് ഈ നീതി എന്ന് പറയുന്ന ഒരു മഹാവ്യവസ്ഥയാണ്. അതിനെ ഭയന്നിട്ട് അതിനെ മറികടക്കാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ട് ആണ് മനുഷ്യൻ ഇന്ന് കാണുന്ന തരത്തിലെങ്കിലും നിലനിന്നു പോകുന്നത്. ഒരുത്തനെ അകാരണമായി തല്ലിയാൽ എന്തിന് തല്ലിയടാ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം പറയാൻ, നീതിബോധത്തോടു കൂടി ഒരു ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പലരെയും തല്ലാത്തത്. ആരുടെയെങ്കിലും ധനം പിടിച്ചു പറിക്കുമ്പോൾ എന്തിനെടുത്തടാ എന്ന് ചോദിക്കുമ്പോൾ നീതിയുടെ ഒരു ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് പലരുടെയും ലക്ഷങ്ങൾ പണം നമ്മൾ പിടിച്ചു പറിക്കാത്തത്. നീതി നോക്കിയാൽ കാണാത്ത സാധന. പക്ഷെ പ്രപഞ്ചത്തിൻ്റെ അഷ്ടദിക്കുകളെയും അടക്കി ഭരിക്കുന്ന അത്ഭുതകരമായ നീതി എന്ന ഒരു ധർമ്മവ്യവസ്ഥയുണ്ട്. ഇല്ലെന്നൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അക്രമിയെപ്പോലും അടക്കി നിയന്ത്രിക്കുന്നുണ്ടത്, ഫാസിസ്റ്റുകളെപ്പോലും നിയന്ത്രിക്കുന്നുണ്ടത്. നന്മയുള്ളവരെ മാത്രമല്ല, ലോകത്തെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു നീതി വ്യവസ്ഥയുണ്ട് ഇവിടെ, ഒരു നീതി വ്യവസ്ഥയുണ്ട് ഇവിടെ. അതുകൂടി നിങ്ങൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഈ ലോകം കടന്നു പോയാൽ നിങ്ങൾക്ക് പിന്നെ ഒരു ലോകമില്ലെന്ന് നിങ്ങൾ കരുതണ്ട. ഇവിടെ നീതി വ്യവസ്ഥ പൂർത്തീകരിക്കപ്പെടുന്നില്ലല്ലോ, ഇവിടെ കൃത്യമായ നിലയിൽ നീതി നടപ്പാക്കപ്പെടുന്നില്ലല്ലോ. എത്രയെത്ര ആളുകൾ അകാരണമായി കൊല ചെയ്ത കൊലയാളികൾ, കൂട്ടക്കൊലയാളികൾ ഈ ലോകത്ത് നിന്ന് അതിൻ്റെ ശിക്ഷകൾ ചിലരൊക്കെ ഏറ്റുവാങ്ങി എന്ന് നമ്മൾ പറയും. ഹിറ്റ്ലർ ശിക്ഷ ഏറ്റുവാങ്ങിയില്ലേ? നെറ്റിയിൽ വെടിവെച്ച് സ്വയം മരിച്ചില്ലേ? മുസോളിനിയെ തെരുവിൽ ആളുകൾ ജനക്കൂട്ടം തല്ലിക്കൊന്നില്ലേ? ഫറോവ ഭരിച്ചു പോയില്ലേ? കടലിൽ മുങ്ങി ചത്തില്ലേ? ഒക്കെ ശരിയാണ്, ഇതൊക്കെ തന്നെ അല്ല പറയണത്. പക്ഷേ അവിടെയും നീതി പൂർണ്ണമായിട്ടില്ല. നീതി പൂർണ്ണമായിട്ടില്ല. ഒരാളുടെ വധം കൊണ്ടോ ഒരാളുടെ ജീവൻ എടുത്തത് കൊണ്ടോ പരിഹരിക്കപ്പെടാവതല്ല. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ ഹനിച്ചവനോടുള്ള നീതി പൂർത്തിയാകാൻ അതൊന്നും പോരാ. അതുകൊണ്ട് ഓർത്തോളൂ നിങ്ങൾ, വ്യതിയാനങ്ങൾക്ക് വിധേയമാണ് ലോകം. മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരും. ഏതുപോലെ രാത്രി വിടവാങ്ങിയിട്ട് ഒരല്പം നേരത്തെ പ്രഭാതം വെള്ളകീറുന്ന സമയത്ത് നിങ്ങൾ അതിന് സാക്ഷിയായില്ലെങ്കിൽ നല്ല കുറ്റാക്കുറ്റിരുട്ടിൽ ഉറങ്ങാൻ കിടന്ന നിങ്ങൾക്ക് പൊടുന്നനെ കണ്ണിലേക്ക് പ്രഭാതത്തിൻ്റെ പുലരിയുടെ വെള്ളി വെളിച്ചം കയറി വരുമ്പോൾ പെട്ടെന്ന് വെളുത്തുപോയോ? നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധത്തിലാണ് നിങ്ങൾ പ്രഭാതത്തിലേക്ക് ഉണരുന്നത്, രാത്രിയുടെ കൂരിരുട്ടിൽ നിന്ന്. അങ്ങനെ പൊടുന്നനെയായിരിക്കും മാറ്റങ്ങൾ വരിക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഈ ലോകത്തിൻ്റെ അന്ത്യം, ഖിയാമത്ത് നാൾ ലോകത്ത് വരുന്നത് വളരെ പൊടുന്നനെയായിരിക്കും. എല്ലാവരും അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ വ്യാപൃതരായിരിക്കെ ഓരോന്ന് റസൂലുള്ള എണ്ണി പറഞ്ഞു. പണ്ട് കവി പറഞ്ഞ പോലെ, തെങ്ങ് കയറുന്നവൻ തെങ്ങിലിരിക്കുന്നു, മുങ്ങുന്ന ചങ്ങാതി മുങ്ങിക്കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ കിടക്കുമ്പോൾ പൊടുന്നനെയാകും ഖിയാമത്തിൻ്റെ വരവ്. പ്രഭാതം പുലരിക്ക് പൊടുന്നനെ വഴിമാറുന്നത് പോലെ ഉറങ്ങുന്ന ഒരാൾക്ക് അതുപോലെ വരും മാറ്റം. അതുകൊണ്ട് ധാർമ്മികതയെ മറക്കരുതേ. പ്രകൃതിയിൽ ഞാൻ സംവിധാനിച്ച വ്യവസ്ഥയ്ക്ക് വിധേയമായി പ്രകൃതിയൊക്കെ ചരിക്കുമ്പോൾ, അതിനൊത്ത് സൂര്യൻ നീങ്ങുമ്പോൾ, ചന്ദ്രൻ നീങ്ങുമ്പോൾ, നക്ഷത്ര രാജികൾ നീങ്ങുമ്പോൾ, രാവും പകലും അതിനൊത്ത് വളരെ സമയകൃത്യതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തമായ മാസത്തിൻ്റെ 10 ദിനരാത്രങ്ങൾ വ്യത്യസ്തമായി ഏൽപ്പിച്ച ഡ്യൂട്ടിയെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് അത് ലോകത്തിന് നന്മകൾ പകർന്ന് നൽകുമ്പോൾ അതൊക്കെ നിയന്ത്രിക്കുന്ന എനിക്ക്
ഈ ലോകത്ത് ഞാൻ വെച്ചിരിക്കുന്ന ധർമ്മവ്യവസ്ഥയ്ക്കൊത്ത് പ്രവർത്തിക്കണം. നീതിക്ക് നിങ്ങൾ വിധേയരാകണം, സത്യബോധത്തിന് നിങ്ങൾ വിധേയരാകണം, ന്യായം നിങ്ങൾ പരിഗണിക്കണം, സത്യം നിങ്ങൾ പുലർത്തണം എന്നൊക്കെയുള്ള ഒരു ധർമ്മവ്യവസ്ഥ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും പരിഗണിക്കാൻ പാലിക്കാൻ തയ്യാറാകാത്തവർ ഈ ലോകത്തുണ്ട്. അവരെ ഞാൻ വെറുതെ വിടുമെന്ന്, അവരെൻ്റെ ധാർമ്മിക വ്യവസ്ഥയ്ക്ക് കീഴടങ്ങുകയില്ലെന്ന് നിങ്ങൾ ആരും കരുതണ്ട. എൻ്റെ പ്രകൃതി വ്യവസ്ഥയ്ക്ക് വിധേയരായി നിങ്ങൾ രാത്രിയിൽ താനേ ഉറങ്ങാൻ പോകാൻ നിർബന്ധിതരാകും പോലെ, ആ പ്രകൃതി വ്യവസ്ഥയ്ക്ക് വിധേയരായി നിങ്ങൾ പ്രഭാതത്തിൽ ഉണരാൻ നിർബന്ധിതരാകുന്നത് പോലെ, അങ്ങനെ ഓരോന്നും പോലെ നിങ്ങളെ ഞാൻ നിയന്ത്രിച്ച് ഈ ലോകത്ത് ഞാൻ ഏർപ്പാടാക്കിയിട്ടുള്ള ധർമ്മവ്യവസ്ഥയ്ക്കും ഞാൻ നിങ്ങളെ വിധേയമാക്കും. ഈ ലോകത്ത് തന്നെ ഒരു പക്ഷേ, അല്ലെങ്കിൽ ഈ ലോകം കടന്ന് പരലോകത്ത് എൻ്റെ ധർമ്മവ്യവസ്ഥയ്ക്ക് നന്മ ചെയ്തവൻ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അവനതിൻ്റെ പ്രതിഫലം പൂർത്തിയാക്കി നൽകും ഞാൻ. ഒരു നന്മയുടെ അണുവിൻ്റെ തൂക്കം ഒരു നന്മയാണ് ഒരാൾ ചെയ്തതെങ്കിലും അതിൻ്റെ നന്മയെ അവൻ കാണുക തന്നെ ചെയ്യും. ഈ നന്മയ്ക്ക് ഈ നന്മയുടെ പ്രത്യുപകാരമെന്ന് അള്ളാഹു അവനെ കാട്ടിക്കൊടുക്കും. ആരെങ്കിലും ഒരണുത്തൂക്കം തിന്മയെ ചെയ്തിട്ടുള്ളെങ്കിലും വേണ്ടില്ല, അതിൻ്റെ കെടുതി പ്രത്യാഘാതത്തെ അല്ല, ആ പ്രവർത്തനങ്ങളെ, അതിനെ തന്നെ അവൻ കാണും. അതുകൊണ്ട് നന്മയുടെ ലോകമുണ്ട് മനുഷ്യരെ. തിന്മയ്ക്ക് തിന്മ കൊണ്ട് ശിക്ഷ കൊണ്ട് പ്രതികരിക്കപ്പെടുന്ന ലോകമുണ്ട് മനുഷ്യരെ, ഓർത്തുകൊള്ളണം എന്നാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുദാഹരണമായി നമ്മുടെ മുമ്പിൽ ചില സംഗതികൾ പറഞ്ഞു തരികയാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ അവസ്ഥകളെല്ലാം സ്ഥായിയാണെന്ന് പല അക്രമികളും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ലോകത്തെ അധികാരത്തിൻ്റെ ഹുങ്ക് കൊണ്ട് അടക്കി ഭരിച്ചവർ, സൈനിക ശക്തി കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ 10,000ങ്ങളുടെ കഴുത്തറുത്തവർ, അവരുടെ ജീവൻ ഹോമിച്ചവർ, അവരൊക്കെ കരുതിയിട്ടുണ്ട് ഇതൊക്കെ എന്നും നിൽക്കുമെന്ന്. അതൊരു മൂഢബോധമാണ്. അതൊക്കെ എപ്പോഴും സ്ഥായിയാണ് എൻ്റേത് എന്നൊരു തോന്നലാണ്. ചില ആളുകൾക്കൊരു ധാരണ ഉണ്ടറിയോ, വയസ്സ്, ചില ആളുകളോട് ചോദിക്കാറുണ്ട്, വയസ്സ് 80 ആളുകൾ വലിയ ജീവിത തിരക്കുകളിലാണ്, കച്ചവടം, അതുപോലെ തന്നെ വലിയ വലിയ വ്യവഹാരങ്ങളിൽ, ലാഭമുണ്ടാക്കാനുള്ള ജീവിത തിരക്കുകളിൽ 80, 85, 90 അങ്ങനെ തന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരോട് ഇതിങ്ങനെ ഓടിക്കൊണ്ട് തന്നെ ഇരുന്നാൽ മതിയോ? ഇതെവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കേണ്ടി വരില്ലേ? ഒന്ന് താഴ്ത്തി വെക്കേണ്ടി വരില്ലേ? മരിക്കേണ്ടി വരുമെന്ന് വല്ല ചിന്തയും വല്ലപ്പോഴും തോന്നാറുണ്ടോ എന്ന് ചോദിച്ചാൽ 80 കഴിഞ്ഞവൻ, 85 കഴിഞ്ഞ ആൾ പോലും കുറച്ചുകൂടെ പോകും എന്ന് പ്രതീക്ഷിച്ചാണ് ഇതൊക്കെ. കുറച്ചുകൂടെ പോകും. ഏത് ഒരു 50-കാരൻ്റെ ഉള്ളിലിരിപ്പ് പോലെ തന്നെയാണ് 85-കാരൻ്റെ ഉള്ളിലിരിപ്പും. പക്ഷെ അവനൊന്ന് നോക്കട്ടെ, തൻ്റെ നാട്ടിൽ 85 കഴിഞ്ഞ ആരുണ്ട്? 80 കഴിഞ്ഞ ആരുണ്ട്? 90 കഴിഞ്ഞ ആരുണ്ട്? ആരുമില്ല. എന്നാലും അവൻ ഇനിയും കുറച്ചുകൂടെ പോകുന്ന 50-കാരൻ ചിന്തിച്ച അതേ ചിന്തയിലാണ്. ഇതൊരു മൂഢബോധമാണ്, ഇതൊരു മൂഢചിന്തയാണ്. അതാണ് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ലോകം കീഴ്പ്പെടുത്തി ധിക്കാരികൾ, തെമ്മാടികൾ, ലോകത്തോട് അഹങ്കരിച്ചവർ, അധികാരം കൊണ്ട്, പണം കൊണ്ട്, ശക്തി കൊണ്ട് അഹങ്കരിച്ചവരൊക്കെ, അവരെ അള്ളാഹു കൈകാര്യം ചെയ്തതിനെക്കുറിച്ച്, എൻ്റെ പ്രകൃതി വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാമെങ്കിൽ, അത് വ്യവസ്ഥാപിതമാണെന്ന് നിങ്ങൾ അംഗീകരിക്കാമെങ്കിൽ, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ, ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ ബുദ്ധിമാന് ചിന്തിക്കാൻ ചിലതൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് ഗോത്രത്തെ നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ റബ്ബ് കൈകാര്യം ചെയ്തത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടോ? എൻ്റെ ധർമ്മവ്യവസ്ഥ, അതിൻ്റെ പൂർത്തീകരണം, സാക്ഷാത്കാരം പരലോകത്ത് മാത്രമാകുമെന്ന് നിങ്ങൾ കരുതണ്ട. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് ഗോത്രത്തോട് എൻ്റെ സമീപനം, നയമെന്തായിരുന്നു എന്ന് നിങ്ങൾ കണ്ടുവോ? ഇറം അഥവാ ഇറമിനോട്, ഇറമെന്ന് പറയുന്ന അവരുടെ പിതാവിൻ്റെ പേരാണ്. ഇറമെന്ന ആ ഗോത്രത്തെ വിളിച്ചു പോന്നിട്ടുണ്ട്. ഇറമിനോട്, ആദ് ഗോത്രത്തോട് എൻ്റെ സമീപനം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? വലിയ വലിയ പില്ലറുകളിൽ, സ്തൂപങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച ആദ്, ഇറമ ദാത്തിൽ ഇമാദ്. ലോകചരിത്രത്തിൽ ആദ് സമൂഹത്തെ 3 കൂട്ടരെ അല്ല എടുത്തു പറയുക.
എൻ്റെ ധാർമ്മിക വ്യവസ്ഥ ഈ ലോകത്ത് തന്നെ പുലർത്തി കാണിച്ചിട്ടല്ലാതെ എന്നെ ധിക്കരിച്ച, രക്ഷാശിക്ഷകളെ വെല്ലുവിളിച്ച, നന്മയ്ക്ക് നന്മ തിന്മയ്ക്ക് തിന്മ പ്രതികരണങ്ങൾ ഈ ലോകത്തുണ്ട് എന്നംഗീകരിക്കാൻ വിസമ്മതിച്ച് ധിക്കാരത്തിൻ്റെ മൂർത്തികളായി ലോകം വാണവരെ 3 കൂട്ടരെ, കൂട്ടരെ. രണ്ടാമത് ഇറമദാത്തിൽ ഇമാദ്, വലിയ വലിയ സ്തൂപങ്ങളിൽ കെട്ടിടങ്ങൾ പൊക്കിയ പില്ലറുകളിൽ കെട്ടിടങ്ങൾ പണിയുന്ന ആ രീതി ലോകത്ത് ആദ്യമായി ആവിഷ്കരിച്ച ആദ്കൂട്ടരെ നാം കൈകാര്യം ചെയ്തത് കണ്ടുവോ? അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ലോകത്തന്നോളം അതുപോലൊരു ജനത സൃഷ്ടിക്കപ്പെട്ടിരുന്നേയില്ല. ആകാര വലിപ്പത്തിലായാലും ശാസ്ത്ര സാങ്കേതികതകളിലായാലും അന്നത്തെ ഏറ്റവും വലിയ വമ്പൻ ജനത. ഇന്നത്തെ ശാസ്ത്രീയത ഏറ്റവും വലിയ ശാസ്ത്രീയതയാണെന്ന് ചിലർ ധരിക്കും. തെറ്റാണ്, അതിലും വലിയ ശാസ്ത്രീയതയുണ്ട്. ഫിർഔനിന് അല്ലാഹ് പറയുകയാണ്, ഇവരെക്കാൾ വലിയ സാങ്കേതികതയിൽ മുമ്പിൽ നിന്നവരാരും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്കാകാനാവാത്തത് അവർക്കായിട്ടുണ്ട്. ആകാര വലിപ്പത്തിലും അവർ വലുതായിരുന്നു. വസമൂദ് അല്ലദീന ജാബു സഖ്റ ബിൽ വാദ്. പാറകൾ തുരന്ന് അതിൽ നിന്ന് കെട്ടിടങ്ങൾ, പാറകളിൽ നിന്ന് തന്നെ പാറകളെ കെട്ടിടങ്ങളാക്കി മാറ്റിയവർ, പാറ തുരന്ന് കെട്ടിടം നിർമ്മിച്ച സമൂദിനെയും കണ്ടുവോ? നാടായ നാടുകളിലെല്ലാം അവർക്ക് ലോകത്ത് അധികാരമുണ്ടായിരുന്നപ്പോൾ അക്രമം അഴിച്ചുവിട്ട ആദിനെ കണ്ടില്ലയോ? സമൂദിനെ കണ്ടില്ലയോ? ഫിറഔനെ കണ്ടില്ലയോ? അവരുടെയൊക്കെ സ്ഥിതിഗതികൾ എന്തായി? ഫസാദ്, അക്രമം അഴിച്ചുവിട്ടു എന്നല്ല, അവർ അക്രമത്തിൻ്റെ അതിരുകൾ ഭേദിക്കുകയും ചെയ്തു. അക്രമം അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അല്ലാഹ് നിർത്തണില്ല. ചിലരെ കുറച്ചൊക്കെ ലോകത്ത് അക്രമം നടത്താനുള്ള അനുവദിക്കും, തിരിച്ചു വരാൻ അവസരം കൊടുത്ത്. കാരണം എന്തായി? മനുഷ്യകുലത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ മലക്കുകൾ പറഞ്ഞല്ലോ, എന്തിന് റബ്ബേ നഹ്നു നുസബ്ബിഹു, ഈ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നവ യസ്ഫിക്കുദ്ദിമാ, രക്തം ചിന്തുന്നവരെ സൃഷ്ടിക്കണോ? നിന്നെ വാഴ്ത്താൻ പുകഴ്ത്താൻ ഞങ്ങളില്ലേ അല്ലാ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് തെറ്റാണെന്നല്ല പറഞ്ഞില്ല. ഈ വർഗത്തിന്, ഈ മനുഷ്യവർഗത്തിന് രക്തം ചിന്തുന്ന പ്രവണതയുള്ളവരുണ്ട്. മനുഷ്യൻ്റെ ചോര കുടിക്കുന്നതിൽ കൗതുകം കണ്ടെത്തുന്നവർ ഈ സമൂഹത്തിലുണ്ട് എന്നല്ല പറഞ്ഞു. പക്ഷേ കുറച്ചൊക്കെ അല്ലാഹു തആല അനുവദിക്കും. പക്ഷേ തഗൗ, അവർ അക്രമം കാണിച്ചു നാടായ നാടുകളിലൊക്കെ. ഫഅക്സറു, അതിരുവിട്ടു. അല്ലാഹ് അനുവദിച്ച പിടികൂടുന്നതിന് അല്ലാഹു വെച്ച പരിധികൾ ലംഘിച്ചു. അക്സറു ഫിഹൽ ഫസാദ്, അവരുടെ കുഴപ്പങ്ങൾ ലോകത്ത് പെരുകിയപ്പോൾ ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അവരുടെ മേൽ അല്ലാഹു ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു. ചാട്ടവാറ് കൊണ്ട്, ശിക്ഷയുടെ ചാട്ടവാറെടുത്ത് തലങ്ങും വിലങ്ങും അല്ലാഹു അവരെ മാറി മാറി വീക്കിയില്ലേ? ചമ്മട്ടി ചൊരിഞ്ഞു എന്നാ. ചൊരിയുക എന്ന് പറഞ്ഞാൽ എന്താ? കുടഞ്ഞങ്ങോട്ടിടുക. മാറി മാറി തല്ലിയില്ലേ? ആദുണ്ടോ ഇന്ന്? അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് ഇന്ന്. സമൂദുണ്ടോ ഇന്ന്? ഇല്ല. നിങ്ങൾക്കിന്നും കാണാം അറബ് നാടുകളിൽ അത് ഉത്ഖനനം ചെയ്യപ്പെട്ടിരിക്കുന്നു. വലിയ വലിയ പാറകൾ കൊട്ടാരങ്ങളാക്കി മാറ്റിയ അത്ഭുതങ്ങൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നേരിട്ട് കണ്ടവരുണ്ടാവും, ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളവരുണ്ടാവും. ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ജനത ഈ മണ്ണിനടിയിൽ കുഴിഞ്ഞു കിടപ്പുണ്ട് എന്ന് ഇത് കേൾക്കുന്ന അറബികൾക്കറിയില്ല. ഒരു ജനത ഉണ്ടായിരുന്നു എന്നറിയാം. പക്ഷേ അതിന്ന് നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്. നമുക്ക് പോയാൽ, നമുക്ക് അല്പം പൈസ മുടക്കിയാൽ പോയി കണ്ടുവരാം. വലിയ വലിയ നമ്മൾ ഇന്നുണ്ടാക്കി അല്ലദീന ജാബു സഖ്റ ബിൽ വാദ്, താഴ്വാരങ്ങളിൽ വലിയ വലിയ പർവ്വതങ്ങൾ കെട്ടിപ്പൊക്കിയവർ, വലിയ വലിയ സൗധങ്ങൾ കെട്ടിപ്പൊക്കിയവർ, സമതലങ്ങളിൽ ഇതൊക്കെ അരുതാത്തതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്. സത്യത്തിൽ ഇന്ന് നമുക്കിത് പറയുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇന്നത്തെ കാക്കാമാരോട് പറയുകയാണെന്ന്. കിട്ടുന്നിടത്തൊക്കെ ആവുന്നതിലേറെ വലിയ വലിയ നെടുങ്കൻ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി 80 കോടിയുടെ 100 കോടിയുടെ. അള്ളാഹു ചോദിക്കുന്നു, ഇതൊന്നും നിസ്സാരമല്ല അള്ളാഹുവിന്. അപകടങ്ങളും ആകാശ ദുരന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളും നമ്മളെ നിരന്തരം തേടി വരുമ്പോൾ പ്രകൃതിയുടെ നേരെയുള്ള ഈ അഹങ്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, പ്രമാദത്തിൻ്റെ, പ്രതാപത്തിൻ്റെ ഈ കെട്ടിപ്പൊക്കലുകൾ അള്ളാഹുവിന് നിസ്സാരമല്ല. അള്ളാഹു ചോദിച്ചു അവരോട്, അവരെപ്പോലെ ഒരു ജനത ഉണ്ടായിരുന്നില്ലെന്നല്ലേ? അതബ്നൂന ബികുല്ലി റീഇൻ
ആയത്തൻ തഅബസൂൻ. അല്ലാഹു തആല ചോദിക്കുകയാണ്, അതബ്നൂന ബികുല്ലി റീഇൻ ആയത്തൻ തഅബസൂൻ. അല്ലാഹു ചോദിക്കുക, വെറുതെ പൊങ്ങച്ചം കാണിക്കാനായി എല്ലാ കുന്നിൻ പ്രദേശങ്ങളിലും നിങ്ങൾ പ്രതാപത്തിൻ്റെ ചിഹ്നങ്ങൾ, ഗോപുരങ്ങൾ കെട്ടിപ്പൊക്കുകയാണോ? വലിയ എവിടെയെങ്കിലും കുന്നിൻ ചരിവുണ്ടെങ്കിൽ അത് എൻ്റെതാകണം, ഇവിടെ ഒരു വലിയ കെട്ടിടം എൻ്റെത് പൊങ്ങണം, അങ്ങനെ നിങ്ങൾ ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ അവരെ നശിപ്പിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവരുടെ മുമ്പിൽ വെച്ച ചാർജ് ഷീറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കെന്നും താമസിക്കാൻ എന്ന പോലെ നിങ്ങൾ മഹാസൗധങ്ങൾ ഉണ്ടാക്കുകയാണോ? എന്നെന്നും നിങ്ങളത് താമസിച്ചു കളയുന്നാണോ നിങ്ങൾ കരുതുന്നത്? അതുപോലെ തന്നെ വൈദാ ബത്തഷ്തും ജബ്ബാരീൻ, ഹൂദ് എന്ന് പറയുന്ന പ്രവാചകൻ അവരോട് ഉജ്ജ്വലമായ പ്രസംഗം നടത്തി, നിങ്ങളുടെ ഈ പോക്ക് നല്ലതിനല്ല. നിങ്ങൾ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ നിഷ്ഠൂരന്മാരായിക്കൊണ്ടാണല്ലോ നിങ്ങൾ ജനങ്ങളോട് ബലം പ്രയോഗിക്കുന്നത്. ജനങ്ങളെ കൊല്ലുകല്ലേ. കണ്ടില്ലേ, ഒരു പള്ളിയിൽ സർവേ നടത്താനെന്ന് പറഞ്ഞ് പാഞ്ഞു കയറിയിട്ട് അവരനുഭവിക്കുന്ന പള്ളി, കോടതി കൂട്ടുനിൽക്കുന്നു, അധികാര കേന്ദ്രങ്ങൾ കൂട്ടുനിൽക്കുന്നു. ഇത്തരം തെമ്മാടി കൂട്ടങ്ങൾ, ഇവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരു ധർമ്മ വ്യവസ്ഥയുണ്ട്, ഒരു നീതി വ്യവസ്ഥയുണ്ട്. ആരും വിചാരിക്കേണ്ട, അതിനൊരു സമയമുണ്ട്. രാവിലായിരിക്കുമ്പോൾ പകലിൻ്റെ പ്രഭാതം ഒരുപക്ഷെ ഉണ്ടായേക്കില്ലെന്ന് കരുതിപ്പോവും. ഉറങ്ങിയിട്ട് ഒന്നോടെ എഴുന്നേറ്റിട്ട് ഇത്രയായുള്ളൂ, പിന്നെ ഉറങ്ങും അല്ലേ എന്നതുപോലെ ഒരല്പം സമയം എല്ലാവർക്കും അല്ലാഹ് അനുവദിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഈ കൊള്ളക്കാർ, ഈ ക്രൂരന്മാർ, അവരൊന്നും എന്നും സ്ഥായിയല്ല, അവരുടെ സാമ്രാജ്യങ്ങളും സ്ഥായിയല്ല. അല്ലാഹു തആല പറയുകയാണ്, ഈ മൂന്ന് കൂട്ടരെയും നമ്മളോട് എടുത്ത് പറയുകയാണ്. ഇത് പറഞ്ഞ നൂഹിനോട്, ഇത് പറഞ്ഞ ഹൂദിനോട് ഇന്നുള്ളവൻ പറയുന്ന പോലെ പറഞ്ഞു, എവിടെ നിന്റെ അല്ലാഹ്? വിഡ്ഢികള്, മദ്രസ പൊട്ടന്മാർ, അങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത്. ഇത് പറയുന്നവരെ കുറിച്ച് ഇന്നാ ലനറാക ഫീ സഫാഹ, ഹൂദേ നീ ഒരു പൊട്ടനാന്ന് തോന്നുന്നല്ലോ, നീ കള്ളം പറയുകയാണെന്ന് ഞങ്ങൾ കരുതുന്നു. യാ ഖൗമി, പാവം ഹൂദ് അലൈഹിസ്സലാം പറഞ്ഞു, ജനങ്ങളെ, ലൈസ ബി സഫാഹ, എനിക്കൊരു പൊട്ടത്തരവുമില്ല. ഈ അതേ നാണയത്തിലല്ല പ്രതികരണം. പ്രവാചകനോട് പറയുന്നതിന് പ്രവാചകോചിതമായ അന്തസ്സിലാണ് മറുപടി. അദ്ദേഹം പറഞ്ഞു, നീ പൊട്ടനാണ്, എനിക്കൊരു പൊട്ടത്തരവുമില്ല, എനിക്കൊരു മണ്ടത്തരവുമില്ല. വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീനായ അല്ലാഹ് അയച്ച ദൂതനാണ്, എനിക്ക് പറഞ്ഞേ തീരൂ എന്ന് പറഞ്ഞു. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ജനങ്ങളെ, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കൽ തേട്. വതുമ്മ തൂബു ഇലൈഹി, തൗബ ചെയ്യ്. യുർസിലിസ് സമാഅ അലൈക്കും മിദറാറ, അല്ലാഹു നിങ്ങൾക്ക് നല്ല മഴ ചൊരിഞ്ഞു തരും. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങൾക്കുള്ളതിൽ ഇപ്പോഴുള്ളതിൽ ഏറെ ശക്തി ഇനിയും തരും. അല്ലാഹ് മടങ്ങാൻ നിങ്ങൾക്ക് നേരമുണ്ട്. തെറ്റ് ചെയ്തു പോയി എന്ന് കരുതി നിങ്ങൾ ആരും വിഷമിക്കണ്ട, അവസരം ഇനിയും ഏറെയുണ്ടെന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ആ പ്രവാചകനെ വെല്ലുവിളിച്ച ആദിനെ അള്ളാഹു കൈകാര്യം ചെയ്തത് എങ്ങനെയെന്ന് കണ്ടോ? ഓരോന്നും ചരിത്രത്തിൽ വെവ്വേറെ പഠിക്കപ്പെടേണ്ട വിഷയമാണ്. ആദ്, സമൂദ്, ഫിർഔൻ ഒക്കെ. സഹോദരങ്ങളെ, ഫിർഔനിൻ്റെ പിരമിഡുകൾ ലോകത്തിന്നും പൊങ്ങി നിൽക്കുക. എങ്ങനെയാ കല്ല്, ഞാൻ പോയി കണ്ടിട്ടുണ്ട്, എങ്ങനെയാണ് ആ കല്ല് അതിൻ്റെ മോളിൽ പൊക്കി വെച്ചതെന്ന് സയൻസിന് ഇപ്പോഴും മറുപടിയില്ല. അത്രയും പൊക്കത്തിലൊരു കല്ല് കയറ്റി വയ്ക്കാൻ ഇന്നത്തെ സയൻസിൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇന്നത്തെ സയൻസിൻ്റെ കയ്യിൽ എന്നിട്ടാ പറയണത് ഇപ്പോഴത്തെ ആളുകളെ വലുതെന്ന്. പിരമിഡിൻ്റെ പിസയിലെ കുഫു എന്ന് പറയുന്ന പിരമിഡിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന അത്രയും വലിയ കല്ല് അത്രയും ഉയരത്തിൽ കയറ്റി വയ്ക്കാൻ ഇന്ന് സയൻസിൻ്റെ കൈവശം ഒന്നുമില്ല, ഇന്നുമില്ല. അപ്പോൾ ആരായിരുന്നു ടെക്നോളജിയിൽ മുമ്പിൽ? നിങ്ങൾ ടെക്നോളജിയിൽ മുമ്പിലായിരുന്നല്ലോ. അല്ലത്തീലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, അതുപോലൊരു ജനതയെ ഈ ലോകത്ത് നാം പടച്ചിട്ടില്ല. എത്ര ശരിയാ, ഇപ്പോഴും ഇല്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരട്ടെ. അതുകൊണ്ട് പ്രകൃതി വ്യവസ്ഥയെപ്പോലെ യാഥാർത്ഥ്യമാണ് ധാർമ്മിക വ്യവസ്ഥ. അതിവിടെ പുലരും, പൂർണ്ണമായിട്ടല്ലെങ്കിൽ ഭാഗികമായി. പൂർണ്ണമായി പുലരുന്ന മറുലോകം നാളെ ഒരു നവലോകക്രമം പരലോകത്തിൻ്റെത് കടന്നു വരും. ഇതാണ് പറയാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഈ സൂറകളുടെ കൊച്ചു കൊച്ചു വാക്കുകൾ പരസ്പരം ചേർത്ത് വെക്കുമ്പോൾ, അതിനിടയിൽ നമ്മുടെ ചിന്തയെ പായിക്കുമ്പോൾ, അതിൽ നിന്ന് നാം ചരിത്രത്തിലൂടെ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ നാം ജീവിക്കുന്ന കാലത്തിന് ഏറ്റവും പര്യാപ്തമായതാണ്. പാഠങ്ങൾ പഠിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യും.